നിങ്ങളുടെ പരിവർത്തനം ഇടയ്ക്കിടെ നിലയ്ക്കുന്നത് നിരന്തര പ്രാണബന്ധം ഇല്ലാത്തതിനാൽ ആണെന്നറിയാമോ? ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് പറയുന്നത് ഇങ്ങനെയാണ്: reinforcing transformation through prananam, aligning all stages of conscious flow. 4-ാം അധ്യായമാണ് ജീവശക്തി ശാസ്ത്രത്തിലേക്കുള്ള ഒരു ആമുഖം. അതിൽ പ്രാണനത്തിലൂടെ പരിവർത്തന ശാക്തീകരണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വിഷയം. എന്താണ് പ്രാണന്റെ തുടർച്ച, എന്തെല്ലാമാണ് പ്രാണന അഭ്യാസ ഘട്ടങ്ങൾ, എന്തെല്ലാമാണ് പ്രാവർത്തിക മാർഗങ്ങൾ എന്നിവയാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പരിവർത്തനം എന്നുള്ള കാര്യത്തിന് നമ്മൾ ആത്മയാനം വഴി, ഈ ആത്മത്തിന്റെ പരിവർത്തനമാണല്ലോ, ആത്മയാനം വഴി എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പൊ ഇതില് ഈ പരിവർത്തനത്തിന്റെ ഇപ്പൊ ചയോഗ സാധന, അതുപോലെ തന്നെ പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ എന്നൊക്കെ പറയുന്ന പരിവർത്തന നിയമങ്ങളൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥയുടെ തുടർച്ചയായിട്ട് വരുന്ന ഒരു കാര്യമാണ് പ്രാണനം. പക്ഷെ ഇത് തുടർച്ചയല്ല, തുടക്കം മുതൽ തന്നെ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ പരിവർത്തന ശാക്തീകരണം, പരിവർത്തനം തുടങ്ങുമ്പോൾ മുതൽ അവസാനിക്കുന്നത് വരെയും, അല്ലെങ്കിൽ അതിനു മുമ്പും അതിനു ശേഷവും വരെ നീണ്ടു നിൽക്കുന്ന ഒന്നാണ് പ്രാണനം എന്ന് പറയുന്നത്. അപ്പോ ആ പ്രാണനത്തിന്റെ തുടർച്ച എന്ന് പറയുന്ന ഒരു കാര്യത്തെയാണ് ഞാൻ ഇന്ന് പറയാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആ പോസ്റ്ററിലെ ചിത്രത്തിൽ കാണിച്ചിരുന്നത് പോലെ പ്രാണൻ എന്ന് പറയുന്നത് എല്ലായിടത്തും അവൈലബിൾ ആണ്. അതിന് കണ്ടിന്യൂയം എന്നോ സെൻട്രൽ ആക്സിൽ എന്നോ സിമ്പിൾ മലയാളത്തിൽ തുടർച്ച എന്ന് പറയാം. പക്ഷെ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു തുടർച്ച. ഇപ്പൊ നമ്മുടെ പരമ്പരകളിൽ, നമ്മുടെ കാരണവന്മാരുടെ പരമ്പരകൾ നമ്മൾ എടുക്കാൻ വെച്ചിട്ട് ആ പരമ്പര മുതൽ ഇന്നോളം വന്നിട്ടുള്ള മൊത്തം ഘട്ടങ്ങളിലും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന, എല്ലാവരിലും അവൈലബിൾ ആയിട്ടുള്ളത് പ്രാണനാണ്. എന്നാൽ എല്ലാവർക്കും ഹൃദയമില്ല, എല്ലാവർക്കും തലച്ചോറില്ല, അപ്പൊ എല്ലാവർക്കും ഉള്ളതല്ല, അങ്ങനെയല്ല. ഒരു പ്രാണന്റെ തുടർച്ച എന്നുള്ളതാണ്. ഈ പ്രാണൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. പ്രാണൻ എന്ന് പറയുന്നത് ബോധത്തിന്റെ ചലനാത്മകതയാണ്. ബോധത്തിന്റെ ചലനാത്മകതയാണ് ഊർജമായിട്ടും ഒക്കെ വരുന്നത്. അപ്പോ ഈ ബോധത്തിന്റെ ഈ ചലനാത്മകത, പൊട്ടൻഷ്യാലിറ്റി എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ചലനാത്മകത, പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരവസ്ഥ എന്താണ്? അതൊരു ഒരു സാധ്യതയാണ്. ഡൈനാമിക് പൊട്ടൻഷ്യാലിറ്റി എന്ന് വെച്ചാൽ ചലന സാധ്യതയാണ്, ആ ചലന പ്രേരണയാണ്. അപ്പോ പരമമായുള്ളത് ബോധമാണ്, നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഞാൻ എന്നുള്ളത് ഉണ്ടാകുന്നതിന് മുമ്പും അതുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ ഒരു രൂപീകരണം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? എന്റെ രൂപീകരണത്തിന് പ്രാഥമികമായി ഉണ്ടായിട്ടുള്ളത് എന്റെ ഒരു എന്താ പറയാ, വിഭാവനമാണ്. എന്നെ കുറിച്ചുള്ള ഒരു വിഭാവനമാണ്. ഞാൻ എന്ത്, എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചുള്ള വിഭാവനമാണ്. അതിന്റെ ഒരു രൂപീകരണം, ഫോർമേഷൻ എന്നുള്ള കാര്യം സംഭവിക്കുന്നുണ്ട്. അതിന് ഫോം ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ധർമ്മത്തിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ ധർമ്മത്തിന്റെ നടപ്പിലാക്കൽ, പ്രവർത്തനം നടക്കുന്നുണ്ട്. ഈ പ്രവർത്തനത്തിലൂടെയാണ് പരിവർത്തനം ഉണ്ടാകുന്നത്. പരിവർത്തനം സംഭവിക്കുന്ന സമയത്ത് തന്നെ കേടുപാടുകൾ ഉണ്ടെങ്കിൽ അതിനെ പുനഃസ്ഥാപിക്കുന്നുണ്ട്. അങ്ങനെയാണ് ടോട്ടൽ ആ ഒരു ട്രാൻസിഷൻ, മാറ്റം എന്നുള്ളത് സംഭവിക്കുന്നത്, അല്ലെ? പാറ്റേൺ ഷിഫ്റ്റ് എന്നുള്ള സംഭവം സംഭവിക്കുന്നത്. ഇവിടെയെല്ലാം അവൈലബിൾ ആകുന്ന ഒന്നാണ് പ്രാണൻ. ഈ പ്രാണൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രാണൻ, അവിടെ ഒരു പ്രാണൻ എന്നുള്ളതല്ല. ഒറ്റ പ്രാണനാണ് എല്ലായിടത്തും ഉള്ളത്, ഒറ്റ ബോധമാണ് എല്ലായിടത്തും ഉള്ളത്. അതിന്റെ തന്നെ ഡൈനാമിസമാണ് ആ പ്രാണൻ. അതുകൊണ്ട് തന്നെ ആ ഡൈനാമിസത്തോട് ആണ് നമുക്ക് നിരന്തരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ നമ്മൾ നിരന്തരം ശ്വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ശ്വാസോച്ഛ്വാസം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അറിയാതിരിക്കുമ്പോഴും ഇത് സംഭവിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ സാധ്യത, അതിന്റെ ഒരു സാന്നിധ്യം നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കും. നിശ്ചലമായിരിക്കുന്ന ഒന്നിനെ അറിയൽ ചിലപ്പോൾ സാധ്യമായി വരില്ല, പക്ഷെ ചലിച്ചുകൊണ്ടിരിക്കുന്നതിനെ അറിയാൻ നമുക്ക് കഴിയും, അല്ലെ? ഇപ്പൊ വായു ഇവിടെ എല്ലായിടത്തും ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്കറിയില്ല. വായു ചലിക്കുന്ന സമയത്ത് വായുവിന്റെ സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കും. കാരണം കാറ്റെന്ന രൂപത്തിൽ നമ്മളിലൂടെ പോകുമ്പോൾ നമ്മളത് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ബോധത്തിന്റെ ആ ഒരു ചലനാത്മകത പ്രാണന്റെ രൂപത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്.
ഇത് നമ്മൾ തുടർന്നിട്ടുള്ള നമ്മുടെ ജീവിതം തുടങ്ങിയിട്ടുള്ള ഒരവസ്ഥയിൽ നമ്മൾ കഷ്ടകാലത്തിലൂടെ പോയ സമയത്ത് പിന്നീട് നന്നായി വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും കഷ്ടകാലത്തിലേക്ക് പോയപ്പോൾ ഈ സമയത്തെല്ലാം തന്നെ നമുക്ക് തിരിച്ചറിവുണ്ടായപ്പോൾ നമ്മൾ പുതിയ പരിവർത്തനങ്ങളോട് പോയപ്പോൾ പുതിയ തീരുമാനങ്ങൾ എത്തപ്പോഴെല്ലാം തന്നെ ഈ പ്രാണചാലനം നമ്മളിവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതൊരു നൈരന്തര്യമാണ്, തുടർച്ചയാണ്. അതിനെയാണ് കണ്ടിന്യൂയം എന്ന് പറയാം. ആ ഒന്ന് തന്നെ എല്ലായിടത്തും ഇങ്ങനെ ലഭ്യമാകുന്ന ഒരവസ്ഥ. എല്ലാ വസ്തുക്കളിലും, എല്ലാ പരിവർത്തനങ്ങളിലും, എല്ലാ പരിവർത്തന കാലഘട്ടങ്ങളിലും നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന, അടിസ്ഥാനമായിരിക്കുന്ന ആ ഒരു ശക്തിവിശേഷം, ആ ശക്തിവിശേഷത്തെയാണ് നമ്മളിവിടെ പ്രാണൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എല്ലായിടത്തും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പാറ്റേൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ യോഗ ചെയ്യുമ്പോഴോ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോഴോ നമ്മൾ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഈ ഒന്നിനെ പിടിച്ചുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. അവിടെ പിടിച്ചുകൊണ്ട് വേണം മുൻപോട്ട് പോകാൻ. എങ്കിലാണ് നമുക്ക് ആ പരിവർത്തനത്തിന് ഉടനീളം ചാർജ് ചെയ്യാൻ പറ്റുക, നിരന്തരമായിട്ട് അതിനെ കൊണ്ടുപോകാൻ പറ്റുക. അപ്പോ അങ്ങനെ അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് പ്രാണൻ എന്നുള്ള ഒന്നിനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് കൈകാര്യം ചെയ്ത് വന്നിട്ടുണ്ട് അല്ലെ. ജനിച്ച കാലം മുതൽ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അത് നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ തീർന്നു പോകും. പക്ഷെ ഇത് കൈകാര്യം ചെയ്യാൻ നമുക്കൊരു പഠനം ആവശ്യമാണ് എന്നുള്ളൊരവസ്ഥ നമുക്ക് വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? കൃത്രിമ ഭക്ഷണം കഴിച്ച് നമുക്ക് സ്വാഭാവികമായ ശ്വാസഗതിയിൽ നിന്നും മാറി വേറൊരു രീതിയിലേക്ക് മാറി പോയതുകൊണ്ട് നമുക്ക് അതിനെ തിരുത്തേണ്ടതുണ്ട്. അപ്പോൾ ശാരീരികമായിട്ടുള്ള ഒരു തിരുത്തൽ, ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ ശ്വാസമുള്ളിലേക്ക് പോകുമ്പോൾ വയറ് വെളിയിലേക്കാണ് പോകേണ്ടത്. ഈ രൂപത്തിലല്ല കൃത്രിമ ഭക്ഷണം കഴിച്ച് ശീലിച്ച ആളുകളുടെ 95% പേരുടെയും ശ്വാസരീതി. ആ ശ്വാസരീതി എന്ന് പറയുന്നത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് എടുക്കാൻ ശക്തി ആവശ്യമാണ് എന്ന രീതിയിൽ ശക്തി പ്രയോഗിക്കുമ്പോൾ വയറിന്റെ മസിലുകൾ മുറുകും, വയറ് ചെറുതാവും. ആ രീതി ചെയ്യുമ്പോൾ തന്നെ അത് സ്വാഭാവികമായിട്ട് ഒഴുക്കിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ അവിടെ കറക്ഷൻ ആവശ്യമാണ്. അപ്പോൾ ശരീരത്തിന്റെ ചലനം, ശരീരം ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ശരീരത്തിന്റെ ചലനം നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന രീതിയാണ് ശാരീരികമായിട്ടുള്ള തിരുത്തൽ, ഫിസിക്കൽ കറക്ഷൻ, ബോഡി കറക്ഷൻ എന്ന് പറയുന്നത്. ബ്രീത്തിങ്ങിന്റെ ബോഡി കറക്ഷൻ എന്ന് പറയുന്നത് അത് കറക്റ്റ് ചെയ്ത ശേഷം അത് അഭ്യസിച്ച് നമ്മുടെ ഉള്ളിലേക്ക് വരണം. ആ അഭ്യാസം നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് അതുപയോഗിച്ച് ശരീരത്തിന്റെ കറക്ഷൻ തന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സംഭവത്തെ, പ്രാണനെ നമ്മൾ മറ്റൊരു രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ പ്രാണനെ കൈകാര്യം ചെയ്യുന്നത് മനസ്സാണ്. അപ്പൊ മനസ്സിന്റെ അകത്ത് നമ്മൾ ഈ പ്രാണനെ കൈകാര്യം ചെയ്തത് നമുക്ക് ഈ ശ്വാസം വലിച്ചെടുക്കേണ്ടതുണ്ട്, ശ്വാസം വിടേണ്ടതുണ്ട്. ഇതൊന്നും നമ്മൾ ചെയ്യണ്ട, ഇതെല്ലാം തനിയെ സംഭവിക്കുന്നതാണ്. നമ്മൾ അതിന്റെ കൂടെ വിറ്റ്നസ് ചെയ്താൽ മതി. പക്ഷെ നമ്മൾ എങ്ങനെ വിറ്റ്നസ് ചെയ്യുന്നു, എവിടേക്ക് വിറ്റ്നസ് ചെയ്യുന്നു? ശ്വാസം എന്നുള്ളത് വായു മാത്രമാണോ? ശ്വാസം എടുക്കുന്ന സമയത്ത് അതിനകത്തുകൂടെ നമ്മുടെ ഈ യൂണിവേഴ്സൽ ഡൈനാമിസം എന്നുള്ള സംഭവം ഉള്ളിലേക്ക് കയറുന്നത് നമ്മൾ അറിയുന്നുണ്ടോ? ആ ഉള്ളിലേക്ക് കയറുന്ന ഊർജം എവിടേക്കാണ് പോകുന്നത്? തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ആ തുടങ്ങിയ കാര്യങ്ങളെയാണ് നമ്മൾ വൈറ്റൽ ഫോക്കസിങ് അല്ലെങ്കിൽ ചൈതന്യ കേന്ദ്രീകരണം എന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ അത് പരിശീലിക്കും. അപ്പൊ മാനസികമായിട്ട് നമ്മൾ ശരീരത്തിനകത്തേക്ക് കിടക്കുന്ന പ്രാണനെ നമ്മൾ ഏത് വഴി കൊണ്ടുപോകും, എങ്ങനെ കൊണ്ടുപോകും, നമ്മൾ അതിനെ ശ്രദ്ധാപൂർവം എങ്ങനെ കൊണ്ടുപോകും, അത് എവിടേക്ക് നമ്മളത് ചെലുത്തും, അതൊരു ശക്തിയാണല്ലോ, ആ ശക്തിയെ നമ്മൾ എങ്ങോട്ടേക്ക് ചെലുത്തും എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് മാനസിക തിരുത്തലിലും അഭ്യാസങ്ങളിലും ഉണ്ടാകുന്നത്. അടുത്തത് എന്താ വെച്ചാൽ ഇതിന്റെ ഊർജ്ജപ്രവാഹം ശരീരത്തിന്റെ വിവിധ നാഡികളിലൂടെയാണ് സംഭവിക്കുക. അപ്പോൾ ആ നാഡികളിൽ സാധാരണ രീതിയിൽ ആ നാഡിയുടെ നമ്മളിപ്പോ ഗ്രാവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഈ പ്രാണൻ എന്നുള്ളത് ഇങ്ങനെ കയറിയിട്ട് അത് ഇങ്ങനെ താഴത്തേക്ക് ഫോഴ്സ് ചെയ്തിട്ടാണ് പോവുക. അതിന്റെ ഭാഗമായിട്ട് വേരുകൾ ഊന്നാൻ നമുക്ക് കഴിയുന്നു. അതുപോലെ തന്നെ ലൈംഗികത പ്രവർത്തിപ്പിക്കാൻ, വിസർജിക്കാൻ, അതുപോലെ തന്നെ ദഹനം നടത്താൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഈ താഴത്തേക്ക് ദിശ ആയിട്ടുള്ള താഴെ കേന്ദ്രീകരിച്ചുള്ള അധോദിശയിലുള്ള പ്രാണചലനമാണ് സഹായിക്കുക. ഈ പ്രാണന ചലനത്തെ ശരിയായ രീതിയിൽ ഉണർത്തണം എന്നുണ്ടെങ്കിൽ അത് ഊർധ്വചലനമാക്കി മാറ്റണം. അതുപോലെ തന്നെ ശരീരത്തിൽ ഏതെല്ലാം ദിശയിലേക്ക് പ്രാണൻ ചലിക്കുന്നുണ്ടോ ഇതിനെല്ലാം നമ്മൾ ദിശ ക്രമീകരിച്ചുകൊണ്ട് ശരീരത്തിന്റെ ശുഭീകരിതമായിട്ടുള്ള രീതിയിലേക്ക് അതിന് തിരിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പൊ ഇത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ നാഡികളിൽ ഈ ശീലം കൊണ്ട് പലതരം രീതിയിൽ ശ്വസിച്ചും പ്രാണനെ ഉപയോഗിച്ചും ഒക്കെ
ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ നിരന്തരം ടോയ്ലറ്റിൽ പോകണം തോന്നുന്നു, നിരന്തരം യൂറിനലിൽ പോകണം തോന്നുന്നു, നിരന്തരം സെക്ഷുവൽ ആക്ടിവിറ്റീസിലേക്ക് പോകണം, നിരന്തരം ഭക്ഷണം കഴിക്കണം തോന്നുന്നു. ഈ സമയത്തെല്ലാം തന്നെ പ്രാണനെ താഴത്തേക്ക് നമ്മൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്, ദിശയിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴെല്ലാം തന്നെ ശരീരത്തിന്റെ അകത്തുകൂടെയുള്ള പ്രാണന്റെ ഒഴുക്ക് മുഴുവൻ താഴ്ന്ന ദിശയിലേക്ക് ആധാരമാക്കി ആ ദിശയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ ഹെഡ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഇതിനെ തിരിച്ചു വയ്ക്കുക എന്നുള്ളതിന് നിരന്തരമായ ശ്രദ്ധ ആവശ്യമാണ്, നിരന്തരമായ ബോധ്യം ആവശ്യമാണ്, നിരന്തരമായ പരീക്ഷണം, അഭ്യാസം ആവശ്യമാണ്. ഈ രീതിയിലൂടെ മുകളിലേക്ക് തിരിച്ചു വെച്ചിട്ട് അതിനൊരു പ്രവാഹാവസ്ഥ അല്ലെങ്കിൽ ഫ്ലോ സ്റ്റേറ്റ് ഉണ്ടാകേണ്ടതുണ്ട്. അതിന് നമ്മൾ സിദ്ധി നേടേണ്ടതുണ്ട്. അതിലൂടെ കടന്നുപോയി ആ ഫ്ലോ സ്റ്റേറ്റ് കടന്നു പോകുമ്പോൾ നമുക്ക് അതിനകത്തൊരു സിദ്ധി വരും. ശരീരം ഉണർന്ന ദിശയിലേക്ക്, ഉയർന്ന ദിശയിലേക്ക് ഇതിനെ പ്രാണനെ കൊണ്ടുവരുന്നതിന്റെ ഒരവസ്ഥ വരും. ഇത് നമ്മൾ പ്രാണനത്തിന്റെ ആത്മയാനത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ആത്മയാനത്തിന്റെ തുടർച്ചയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പ്രാണവിദ്യയിലേക്കും ഹംസവിദ്യയിലേക്കും ഒക്കെ നമ്മൾ കടന്നു പോകും. ഓക്കെ, അപ്പൊ ഇത് നടപ്പിലാക്കാനുള്ള, ഈ ഒരു കാര്യം നടപ്പിലാക്കാനുള്ള നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് കോട്ടക്കാർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ചെയ്യുന്ന രീതി വെച്ചാൽ ഒന്ന് പ്രാണധ്യാനം എന്നുള്ളതാണ്. അത് ശ്വാസമുള്ളിലേക്ക് ചെല്ലുമ്പോൾ വയറിന്റെ വികാസം, ആ വയറിന്റെ വികാസത്തിനനുസരിച്ച് പ്രാണൻ വികസിച്ചു വരുന്നത് നമ്മൾ അറിയല് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്രാണധ്യാനം എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ ഈ ചയോഗയിൽ തന്നെ ചലനത്തിനൊപ്പം ബോധത്തെ വികസിപ്പിക്കുന്ന, ബോധത്തെ നിരന്തരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി പരിശീലിക്കുന്ന ഒരവസ്ഥ. ഇപ്പൊ നമ്മൾ പണ്ട് ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോകുന്ന സമയത്ത് ASBFG എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് അങ്ങനെ നോക്കി ടൈപ്പ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ ഒരു വാചകം കേട്ട് കഴിഞ്ഞാൽ അക്ഷരങ്ങൾ ഓരോന്നും പെരുക്കേണ്ട കാര്യമില്ല, ഉള്ളിൽ നിന്നും അക്ഷരങ്ങൾ വെളിയിൽ വന്ന് ഇങ്ങനെ കയ്യിലൂടെ ഒഴുകി ഈ അക്ഷരങ്ങളെല്ലാം ആയി തീരുന്നൊരവസ്ഥ നമ്മൾ ഇന്ന് കമ്പ്യൂട്ടറിന്റെ കീബോർഡിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഇതുപോലെ ബോധത്തെ നമ്മൾ പല വിധത്തിൽ ശരീരത്തിന്റെ പല വിധാനങ്ങളിൽ ഇങ്ങനെ ചലിപ്പിച്ച് പിന്നീട് നമുക്ക് ഇത് ഒരു വിന്യാസമായിട്ട്, ഒരു ലയവിന്യാസമായിട്ട് നമുക്ക് ഇതിനെ കൊണ്ടു നടക്കാം, ഒരു സംഗീതം പോലെ കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയും. ആ രീതിയിൽ ചലിപ്പിക്കുന്നതാണ് ചയോഗയിലൂടെ നമ്മൾ ഫർദർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. ചയോഗ വെറുതെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അവസ്ഥയല്ല, അത് ആഴത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അതാണ് ഉണ്ടാവുക. അതിനുശേഷമാണ് പ്രവേശക പ്രാണനം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത്. അത് പ്രാണപ്രവാഹത്തെ ബോധപൂർവമായി, പ്രാണന്റെ ആ ഒഴുക്കിൽ ബോധപൂർവമായി പ്രവേശിക്കുകയും അതിലായിരിക്കുകയും ചെയ്യുക എന്നുള്ളൊരവസ്ഥ. ഇത്രയും കാര്യങ്ങളാണ് പ്രാണവിദ്യയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, പ്രാണവിദ്യയുടെ പ്രാഥമിക പാഠങ്ങളാണെന്ന് പറയാം, അതിലൂടെ കടക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ അതിന് ജപമാർഗങ്ങളുണ്ട്, പലവിധം സംവിധാനങ്ങൾ, പലവിധം സങ്കേതങ്ങളുണ്ട്. ആ സങ്കേതങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴാണ് യോഗയൊക്കെ പറയുന്നത്. യോഗ എന്ന് വെച്ചാൽ ഈ തലകുത്തി നിൽക്കുന്ന യോഗയല്ല, യോഗം, അഷ്ടാംഗ യോഗം പറയുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുക. അല്ലെങ്കിൽ തിരുമൂല നായനാർ തിരുമന്ദിരത്തിൽ പറഞ്ഞിട്ടുള്ള ആ വിധത്തിലുള്ള സിദ്ധിയിലേക്ക് അല്ലെങ്കിൽ യോഗത്തിലേക്ക് നമ്മൾ പോകുവാൻ കഴിയുക. അപ്പൊ അതിന്റെ ഒരു തുടക്കം എന്ന രീതിയിൽ നമ്മൾ ഇതിനെ എടുത്താൽ മതി. ആത്മയാനം എന്ന് പറയുന്നത് നമ്മളെ ആ ഒരു യാത്രയ്ക്ക് പരുവപ്പെടുത്തുക എന്നുള്ളതാണ്. ബോധത്തിന്റെ പ്രാഥമിക പരിവർത്തനം സംഭവിച്ച് നമ്മൾ ഒരു കൃത്യമായ യോഗയാത്രയിലേക്ക് എത്തുക എന്നുള്ളതാണ് ആത്മയാനം കൊണ്ട് നമ്മൾ എത്തിച്ചേരുന്ന ഒരു ഇടം. അപ്പോ മനസ്സിലാക്കുക, പ്രാണൻ എന്നുള്ളത് ഒരു നിരന്തര ബോധപ്രവാഹമാണ്. പ്രാണൻ നിരന്തരമായിട്ട്, അതായത് നമ്മളെ കുറിച്ചുള്ള സങ്കല്പനം ഉണ്ടാകുന്ന കാലം മുതൽ നമ്മളുടെ മരണം വരെയുള്ള കാലത്ത്, അതിനു മുമ്പും അതിന് ശേഷവും ഈ ഒരേ പ്രാണൻ തന്നെ നിലനിൽക്കുന്നു. അത് എന്റെ പ്രാണൻ, നിന്റെ പ്രാണൻ, ഒറ്റ പ്രാണൻ നിലനിൽക്കുന്നു. ആ പ്രാണന്റെ നിരന്തര പ്രവാഹം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കുന്ന ഓരോ കാലഘട്ടത്തിലും ഈ ഒരേ പ്രാണനെ തന്നെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടതും ഡെവലപ്പ് ചെയ്യേണ്ടതും. അതിനൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ കാലത്ത് നമുക്ക് ഏതെങ്കിലും പാകങ്ങളോ അപാകങ്ങളോ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ സാക്ഷിയായിട്ടുള്ള ആളായിരിക്കും പ്രാണൻ. ആ പ്രാണൻ തന്നെയാണ് നമ്മൾ മുതിർന്ന കാലത്ത് നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അവിടെയും ഈ പ്രാണൻ തന്നെയാണ് അവിടെ സാക്ഷിയായിട്ടും സഹായിയായിട്ടും ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ മറന്നാലും പ്രാണൻ അറിയാം എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്താണ് സംഭവിച്ചത്, ഇനി എന്താണ് സംഭവിക്കേണ്ടത് എന്നുള്ള പ്രാണൻ അറിയാം. പ്രാണൻ എന്ന് പറയുന്നത് ഇന്റലിജൻസ് ആണ്, അല്ലെ? ബോധത്തിന്റെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഊർജ പ്രവാഹമാണത്. അപ്പൊ അതിനറിയാം ഇതെങ്ങനെ വേണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രാണനം എന്നുള്ള പ്രക്രിയയിലൂടെ നമ്മൾ ഈ നമ്മുടെ പരിവർത്തനത്തിന്റെ പാതയിലെ എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ ഇതിനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോ പ്രാണന് നമ്മളെ തിരിച്ചറിയാനും പറ്റും, നമുക്ക് എന്തു മാറ്റം വേണം എന്നുള്ളതും ഈ നമുക്ക് എന്തെങ്കിലും അപാകങ്ങളെ കൺസീൽ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പ്രാണൻ നമ്മളെ കൊണ്ടെത്തിക്കും. ആ പ്രാണന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ പ്രാണനെ ഉപയോഗിക്കുന്ന രീതിയിൽ കറക്ഷൻസ് ഉണ്ടാക്കുക,
നമുക്ക് തെറ്റായ രീതിയിൽ അഭ്യസിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുക്കന്മാർ പറഞ്ഞ അതേ രീതിയിൽ അതിനെ കറക്റ്റ് ചെയ്യുക, പിന്നെ അത് ശരിയായ രീതിയിൽ അഭ്യസിക്കുക എന്നുള്ളതാണ്. അത് പരിവർത്തനത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ആ പ്രാണന് കൃത്യമായിട്ട് ഒഴുകാൻ കഴിയുക. പിന്നെ സദാ പ്രാണശ്രദ്ധ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. നിരന്തരമായിട്ടുള്ള ഈ പ്രാണബന്ധം എന്നുള്ളതുണ്ടല്ലോ, ആ നിരന്തരമായിട്ടുള്ള പ്രാണബന്ധം നമ്മൾ നിലനിർത്തുക. അതായത് പ്രാക്ടീസ് ചെയ്യാൻ ഇരിക്കുമ്പോഴെല്ലാം അതിലേക്കായിരിക്കുക എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ക്രമീകരിച്ച് പഠിക്കുന്നു, അല്ലാത്ത സമയത്ത് നമ്മൾ അതിലായിരിക്കുന്നു, അതിനെ ശ്രദ്ധാപൂർവമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ പ്രാണനുമായിട്ട് നിരന്തര ബന്ധം ഉണ്ടാകുന്ന സമയത്ത്, അത് നിരന്തര ബന്ധത്തിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ പരിവർത്തനം എന്നുള്ളത് തുടർച്ചയായി സംഭവിക്കും. പരിവർത്തനം ഇടയ്ക്ക് ബ്ലോക്ക് ആവില്ല. പ്രാണനുമായി ബന്ധം എപ്പോഴെല്ലാം നഷ്ടപ്പെടുന്നോ അവിടെയൊക്കെ തന്നെ ഈ പരിവർത്തനം എന്നുള്ളത് നിൽക്കും. വീണ്ടും ഒന്നേന്ന് ചിലപ്പോൾ തുടങ്ങേണ്ടി വരും. അപ്പോ പ്രാണനെ വീണ്ടും ഒന്നേന്ന് തുടങ്ങേണ്ടി വരുന്ന വെച്ചാൽ പ്രാണനെ കൃത്യമായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ, നമ്മളെ പഴയ രീതിയിലുള്ള തെറ്റായ വഴിയിലൂടെ നമ്മൾ പ്രാണനെ കൈകാര്യം ചെയ്യാൻ ശീലിച്ചല്ലോ, അതിൽ നമ്മൾ മടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും പരിവർത്തനം എന്നുള്ളത് അവിടെ ബ്ലോക്കായി പോകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ സദാ പ്രാണബന്ധത്തിലായിരിക്കണം. അങ്ങനെ ബോധപൂർവം നമ്മൾ ആ പ്രാണപ്രവാഹത്തിലായിരിക്കുന്ന സമയത്ത് അത് നമ്മളെ സിദ്ധിയിലേക്ക് നയിക്കും. അപ്പൊ ഇത് ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്രമമാണെന്ന് വിചാരിക്കരുത്, ഒന്നിനു ശേഷം ഒന്നെന്നുള്ളത്. ഇതെല്ലാം തമ്മിൽ ബന്ധമുള്ളതാണ്. നമ്മൾ ഈ പരിവർത്തന യാത്രയുടെ തുടക്കവും ഒടുക്കവും എല്ലാം തന്നെ ഈ പ്രാണൻ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ പ്രാണന്റെ ഈ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് എല്ലായിടത്തും അത് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ കാലങ്ങളിലും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ആ പ്രാണന്റെ പരിവർത്തനത്തിന്റെ ഒരു ശാക്തീകരണം അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്. നിങ്ങളുടെ ശരീരത്തിൽ ഇത് എങ്ങനെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്, ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്, ഇനി എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ളതൊന്ന് പരിശോധിക്കുക. ആ അറിവുമായിട്ട് നാളെ അടുത്ത വിഷയത്തിലേക്ക് പോകാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.